ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ തയ്ക്കാൻ പോകുന്നത് ഒരു വീനക്ക് കോളർ കുർത്തിയാണ്. വളരെ ഈസി ആയിട്ട്, അതായത് വെറും ഒരു 5 മിനിറ്റ് കൊണ്ട് നമുക്ക് ഈ വീനക്ക് കോളർ കുർത്തി വെട്ടി തയ്ക്കാം. അത്ര സിമ്പിളാണ്, പെട്ടെന്ന് തയ്ച്ചും കഴിയാം. ഈ കുർത്തി ഞാൻ അതിൻ്റെ ലെങ്ത് എടുക്കുകയാണ്. ഇതിപ്പോൾ ഒരു 45 ലെങ്താണ്. ഒരു ത്രിബിൾ എക്സൽ ആണ് ഈ തയ്ക്കുന്നത്. അപ്പോൾ അത്രയ്ക്കുള്ള വണ്ണവും ഒക്കെ ഇടും. അപ്പോൾ ഇത് ശരിക്കിത് കോളർ കുർത്തി ആയതുകൊണ്ട് കോളറാണ്. അപ്പോൾ കോളർ ആയതുകൊണ്ട് നമ്മളിതിൻ്റെ ഷോൾഡർ എടുക്കുമ്പോൾ ഷോൾഡർ വെച്ച് കൂട്ടിയെടുക്കണം. അതായത് ഇതിപ്പോൾ ഒരു 8.5 ഇതിൻ്റെ ഷോൾഡർ ഞാൻ എടുക്കുന്നത്. 8.5. അതായത് നമുക്ക് തയ്ച്ച് വരുമ്പോൾ 8 മതി. അപ്പോൾ നമ്മളൊരു 1/2 ഇഞ്ചും കൂടെ കൂട്ടിയെടുക്കും. കാരണം ചിലപ്പോൾ കുറച്ച് കട്ട് ചെയ്യാനൊക്കെ വരും. അതുപോലെ ഇതിൻ്റെ വിഡ്ത്ത് എടുക്കുന്നത് 4 ഇഞ്ച് വിഡ്ത്തിലാണ് ഞാനിത് എടുക്കുന്നത് കേട്ടോ. വീനക്ക് കോളർ ആയതുകൊണ്ടാണ് അത് 4 ഇഞ്ച് വിഡ്ത്തിലെടുക്കുന്നത്. അതുപോലെ ഇതിൻ്റെ 7 ഇഞ്ച് തന്നെ ഇതിൻ്റെ ആംഹോൾ എടുക്കുന്നു. അവിടുന്ന് പിന്നെ നമ്മൾ ഷേപ്പ് 7 ഇഞ്ച് എടുക്കുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ സ്ലിറ്റ് 6 ഇഞ്ച് എടുക്കുന്നു. ഇതാണ് ഇതിൻ്റെ കറക്റ്റ് അളവ്. ഞാൻ ഈ പറയുന്നത് പിന്നെ വണ്ണമൊക്കെ തയ്യൽ തുമ്പ് ചേർത്താണ് പറയുന്നത് കേട്ടോ. അതായത് ഇതിപ്പോൾ ഞാൻ ഒരു 13 ഇഞ്ച്, ടോട്ടൽ 52 ഇഞ്ച്, ഇത് 46-47 ഇഞ്ച് വണ്ണം മതി, ചെസ്റ്റ് വണ്ണം. അപ്പോൾ 52 ഇഞ്ചിൽ നമ്മൾ വെട്ടുകയാണ്. അപ്പം 13 ഇഞ്ച് വണ്ണം എടുക്കുമ്പോൾ അതൊന്ന് 1 ഇഞ്ച് കുറച്ചാണ് ഷേപ്പ് എടുക്കാനുള്ളത്. അതൊന്ന് ഒരു 1/2 ഇഞ്ച് കൂട്ടിയാണ് സ്ലിറ്റ് എടുക്കാനുള്ളത്. അതാണ് ഇതിൻ്റെ കണക്ക്. പിന്നെ 1.5 ഇഞ്ച് നമ്മൾ കൈക്കുഴി എടുക്കും. എന്നിട്ട് അത് ഷേപ്പ് ചെയ്ത് വരയ്ക്കുക. കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ. വളരെ പെട്ടെന്നത് നമുക്ക് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. 2 മിനിറ്റ് പോലും വേണ്ട നമ്മളിത് കട്ട് ചെയ്തെടുക്കാൻ. അത്ര സിമ്പിളായിട്ട് നമുക്ക് വേഗം കട്ട് ചെയ്തെടുക്കാം. നമ്മൾ താഴോട്ട് സ്കെയിലെടുത്തൊന്ന് കറക്റ്റ് ചെയ്ത് വരയ്ക്കണം. എന്നിട്ട് ഇനി ഇത് കട്ട് ചെയ്യണം. അത്രയേ ഉള്ളൂ. നമ്മൾ കഴുത്തിൻ്റെ വിഡ്ത്ത് എടുക്കുമ്പോൾ ഒരു 4 ഇഞ്ച് എടുക്കണം. അത് വീന കോളർ ആയതുകൊണ്ടാണ് അങ്ങനെ 4 ഇഞ്ച് എടുക്കാൻ പറയുന്നത്. ഇനി ഇത് സ്ലിറ്റിൻ്റെ അവിടെ ഒരു കട്ടിടണം. അതുപോലെ ഇനി നമ്മൾ ഷോൾഡറിൻ്റെ അവിടെ വിഡ്ത്ത് വെച്ചില്ലേ, അത് രണ്ടും കൂടെ ചേർത്ത് ആ വിഡ്ത്തും 4 ഇഞ്ച് വിഡ്ത്തുള്ളത് അതും ഒരു കട്ട് ചെയ്യണം. അത് കഴിഞ്ഞു. ബാക്ക് മാറ്റുക. ഇനി ഫ്രണ്ട് എടുക്കുക. ബാക്ക് നമ്മൾ ഒട്ടും കുഴിക്കുന്നില്ല, കുഴിച്ച് വെട്ടുന്നതേ ഇല്ല. ബാക്ക് അതേപോലെ തന്നെ വയ്ക്കുകയാണ്. അതുപോലെ ഇത് ഞാൻ ഷോൾഡറും ചരിക്കുന്നില്ല, ഷോൾഡർ ചരിച്ച് വെട്ടുന്നില്ല. ഇതിൻ്റെ കഴുത്ത് 7.5 എടുക്കാം, 8 എടുക്കാം. 8 എടുത്താലും കുഴപ്പമില്ല. ഞാൻ പക്ഷേ ഇതൊരു 7.5 മാത്രമേ എടുത്തിട്ടുള്ളൂ. കുറച്ചും കൂടെയൊക്കെ ഇറങ്ങി നിൽക്കണമെന്നുള്ളവർക്ക് 8 8.5 ഒക്കെ എടുക്കാം. 8.5 എടുത്താലും അത് ഇറങ്ങി പോകുന്നില്ല, 8 എടുത്താലും ഇറങ്ങി പോകില്ല. ഞാൻ പക്ഷേ ഇത് 7.5 എടുത്തിട്ടുള്ളൂ. വീനക്കാണ് കട്ട് ചെയ്യുന്നത്.
അപ്പോൾ ഈ താഴെ ഒരു അര ഇഞ്ച് മാറ്റി വേണം കട്ട് ചെയ്യാൻ. അര ഇഞ്ച് മാറ്റി കട്ട് ചെയ്യണം. അവിടെ ഒരു അര ഇഞ്ച് വിട്ടിട്ട് അര ഇഞ്ച് കട്ട് ചെയ്ത് മാറ്റി, എന്നിട്ട് വേണം പിന്നെ വേണം വീനക്ക് കട്ട് ചെയ്യാനുള്ളത്. ഇപ്പം അതിൻ്റെ കട്ടിങ് കഴിഞ്ഞു. ഇതിലിനി നമ്മൾ ആ ബാക്ക് വെച്ച് തയ്ക്കുകയാണ്. ബാക്ക് ഷോൾഡർ വെച്ച് തയ്ക്കുക. സ്ട്രെയിറ്റ് ആയിട്ടാണ് തയ്ക്കുന്നത്. ഒട്ടും നമ്മൾ അവിടെ കട്ട് ചെയ്ത് മാറ്റിയിട്ടില്ല. അതേപോലെ തന്നെ അങ്ങ് തയ്ക്കുകയാണ്. കണ്ടോ, ആ ഷോൾഡർ നമ്മൾ ഇതിൽ വെച്ച് ജോയിൻ ചെയ്യും. എന്നിട്ട് ഇങ്ങോട്ട് മറിക്കുക. അത്രയേ ഉള്ളൂ. നമ്മൾ ഷോൾഡർ വെച്ച് തയ്ച്ച് കേട്ടോ. ഈ ഷോൾഡർ വെച്ച് തയ്ച്ചിട്ട് ഇനി ആ കഴുത്തിൽ നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് വീനെക്കിൻ്റെ കോളർ വയ്ക്കണം. അപ്പം നമ്മൾ അത് എത്ര അളവുണ്ടെന്നൊന്ന് അളന്ന് നോക്കണം കേട്ടോ. കഴുത്ത് താഴെ നമ്മൾ ആ കട്ട് ചെയ്തത് ഫുള്ളായിട്ട്, ബാക്കും ഫ്രണ്ടും ഫുള്ളായിട്ട് നമ്മളൊന്ന് അളന്ന് നോക്കണം. എന്നിട്ട് വേണം കോളർ കട്ട് ചെയ്തെടുക്കാൻ. എത്ര ഇഞ്ചുണ്ടെന്ന് ഫുള്ളായിട്ട് കട്ട് ചെയ്ത് നോക്കുക, അല്ല അളന്ന് നോക്കുക. ഇതിപ്പോൾ 28 ഇഞ്ചുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ 2 ഇഞ്ചും കൂടെ കൂട്ടി 30 ഇഞ്ച് കോളർ കട്ട് ചെയ്യണം. 30 ഇഞ്ച്, അതായത് ഇങ്ങനെ രണ്ടായിട്ട് മടക്കിയിട്ട് 30 ഇഞ്ചാണ് എടുക്കാനുള്ളത്. അപ്പോൾ രണ്ടായിട്ട് മടക്കിയിടുമ്പോൾ നമ്മൾ 15 ഇഞ്ച് മാർക്ക് ചെയ്യണം. 15 15 30 ഇഞ്ചാവും. ഇഞ്ചിൽ മാർക്ക് ചെയ്യുക. ഇനി ഇതിൻ്റെ കോളറിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് ഒരു 1.2 അത്ര മതി. 1.2 വീതിക്കുള്ള കോളറാണ് നമ്മൾ എടുക്കുന്നത്. 1 ഇഞ്ച് കോളറൊക്കെ ആകുമ്പോൾ തീരെ വീതി കുറഞ്ഞു. അപ്പോൾ ഒരു ശകലം കൂടെ വേണം. 1.2 അത്രക്കുള്ള വീതിയാണ് എടുക്കുന്നത്. ഇത് വീതി കുറച്ച് മതി എന്നുള്ളവർക്ക് ഒന്നെടുത്താലും മതി. പക്ഷെ ഒന്നെടുക്കുമ്പോൾ തീരെ വീതി ഇല്ലാണ്ട് പോകും. ഇപ്പോൾ 1.2 അതാണ് കോളറിൻ്റെ വീതി അളന്നെടുക്കുന്നത്. നമ്മളിങ്ങനെ മാർക്ക് ചെയ്തിട്ട് ഒന്ന് സ്കെയിൽ വെച്ച് ഫുള്ള് ലെവലിന് കറക്റ്റിന് വരച്ചിട്ട് വെട്ടിയെടുക്കാം. ഇനി നമുക്കിതൊരു വേറെ കളറിലാണ് ഞാൻ വയ്ക്കാൻ പോകുന്നത്. വേറൊരു കളർ തുണിയിൽ, അതായത് ആ തുണിയിൽ തന്നെ വേറൊരു കളറാണ്. ആ കളറിലാണ് ഞാൻ ഈ കോളർ കഴുത്ത് വയ്ക്കാൻ പോകുന്നത്. മറ്റേ ആ തുണിയുടെ കളറിൽ വെച്ചാലും കുഴപ്പമില്ല, വേറെ കളറിൽ വെച്ചാലും കുഴപ്പമില്ല. ഏത് കളറിൽ വേണമെങ്കിലും വയ്ക്കാം. അതിൽ ഞാൻ അയൺ ചെയ്ത് അത് സ്റ്റിച്ച് ചെയ്തൊക്കെ വെച്ചു. അയൺ ചെയ്തിട്ട് അതൊന്നുകൂടെ മടക്കി അങ്ങ് തയ്ച്ചാൽ മതി, അത്രയേ ഉള്ളൂ. ഇനി നമുക്കിതിൽ വയ്ക്കാം. അപ്പോൾ ആ താഴ്വശത്ത് ഒരു 1/4 ഇഞ്ച് താഴോട്ട് മാറ്റി വേണം. 1/4 ഇഞ്ചോ 1/2 ഇഞ്ചോ താഴോട്ട് മാറ്റി, ഒരു 1/2 ഇഞ്ച് ആയാലും മതി, താഴോട്ട് മാറ്റി വേണം. അവിടെ നിന്നാണ് തയ്ച്ചു തുടങ്ങാനുള്ളത് കേട്ടോ. അവിടെ ഒരു മാർക്ക് ചെയ്യുക.
ഇങ്ങനെ നമ്മളിത് മൊത്തം വയ്ക്കും. ഇവിടെ നിന്ന് ഒരു 1/2 ഇഞ്ച് താഴോട്ട് മാറ്റിയിട്ട് തയ്ച്ചു തുടങ്ങണം. വളരെ എളുപ്പത്തിൽ പെട്ടെന്ന് തയ്ച്ചു തീരാൻ പറ്റുന്നൊരു വീനക്ക് കോളർ കുർത്തിയാണ് ഇത് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇത് കട്ട് ചെയ്തു, ഷോൾഡർ ജോയിൻ ചെയ്തു, കോളർ വെച്ച് തയ്ച്ചു, കഴിഞ്ഞു. ഇതിൻ്റെ തയ്യൽ കഴിഞ്ഞു. പിന്നെ കൈയും കൂടെ വെച്ച് പിടിപ്പിച്ചാൽ കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ വീനക്ക് കോളർ കുർത്തി. വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് കണ്ണടച്ച് തുറക്കണതിന് മുമ്പ് നിങ്ങൾക്ക് ഇത് തയ്ച്ചു തീരാം. ഞാനിത് തയ്ക്കുന്നതിന് ഇത് ലൈനിങ് ഇട്ടിട്ടില്ല. ലൈനിങ് ഇട്ടാൽ 300 രൂപ വാങ്ങും. ഇത് അതുകൊണ്ട് ഞാൻ 200 രൂപ സ്റ്റിച്ചിങ് ചാർജ് വാങ്ങിക്കും. ഇത് ഇനിയിപ്പോൾ ആ 2 സൈഡിലേക്ക് ഒരു ചെറിയ കട്ടിട്ട് ഇതിനകത്തോട്ടാക്കണം. ചരിച്ച് 2 സൈഡിലേക്ക് ഒരേ കട്ട് ചെയ്യണം. അതിനാണ് നമ്മളൊരു 1/2 ഇഞ്ച് അങ്ങോട്ട് താഴേക്ക് മാറ്റി ഇത് തയ്ച്ചത്. ശ്രദ്ധിച്ച് കട്ട് ചെയ്യണം, ഒരുപാടും ആയി പോവരുത്. എന്നിട്ട് അതും കൂടെ, ആ കട്ട് ചെയ്തിടവും കൂടെ മടക്കി ഇതിനകത്തോട്ട് കയറ്റി വയ്ക്കണം. ഈ കോളർ ഇതാ കണ്ടോ, ഇത്രയേ ഉള്ളൂ. അത് കറക്റ്റ് പിടിച്ച് വയ്ക്കണം. അകത്തോട്ട് പിടിച്ച് വെച്ചില്ലെങ്കിൽ കഴുത്ത് ലൂസായിട്ടിരിക്കും. അപ്പോൾ നമ്മളത് കറക്റ്റ് ചെയ്ത് അകത്തോട്ട് കയറ്റി വെച്ചിട്ട് വേണം മടക്കി വെച്ച് അതങ്ങ് തയ്ക്കാനായിട്ട്. ആ ഷോൾഡറിൻ്റെ അവിടെ അകത്തൊരു ചെറിയ കട്ടിടണം കേട്ടോ. ആ ഷോൾഡർ ജോയിൻ ചെയ്യണതിൻ്റെ ആ ഭാഗത്ത് ഒരു ചെറിയ കട്ട് അകത്തുനിന്ന് ഇടണം. ഇത്രയേ ഉള്ളൂ, കഴിഞ്ഞു. ഇതിൻ്റെ തയ്യൽ കഴിഞ്ഞു. വീനക്ക് കോളർ കുർത്തി വളരെ വേഗം തയ്ക്കാം. ഇതൊന്ന് കാണിച്ചു തരണേന്ന് ആരോ എനിക്ക് മെസ്സേജ് അയച്ചിരുന്നു. വീനക്ക് കോളർ കുർത്തി കാണിക്കണേ. എന്താ ഇത്രയേ ഉള്ളൂ കേട്ടോ, കണ്ടല്ലോ. ഇനി നമുക്ക് കൈ വെച്ച് പിടിപ്പിക്കാം. കൈ ഞാനൊരു പിന്നെ ഈ പച്ച തുണിയുടെ ഒരു പീസ് കൈയുടെ താഴെ, ചെറിയ കൈയാണ് കേട്ടോ, വലിയ നീളമുള്ള കൈയല്ല, ചെറിയ കൈയാണ് അതിന് വെച്ചേക്കുന്നത്. ആ പച്ച തുണിയിൽ തന്നെ നമ്മളതിന് ഒരു ബോർഡറും കൂടെ കൊടുത്തിട്ടാണ് തയ്ക്കുന്നത്. കൈ തയ്ച്ച് തീർന്നു. ഇനി നമുക്കത് ഷോൾഡറിൽ വെച്ച് പിടിപ്പിക്കാം. അതങ്ങനെ ബോർഡറിൽ വെക്കുമ്പോൾ ഒരു ഭംഗിയുണ്ട്. ഇത് ഈ തയ്ക്കുന്ന തുണിയിൽ തന്നെ വേറൊരു കളറാണെന്നുള്ളതേ ഉള്ളൂ. അങ്ങനെ നമ്മൾ കൈ തയ്ച്ചു. ഇനി നമുക്ക് ജോയിൻറ്റ് ചെയ്യാം. കൈ തയ്ച്ച് തീർന്നാൽ സൈഡ് ജോയിൻറ്റ് ചെയ്യുക, സ്ലിറ്റ് അടിക്കുക, കഴിഞ്ഞു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ കോളർ കുർത്തി തയ്ക്കാനായിട്ട് കേട്ടോ. വളരെ സിമ്പിൾ, വളരെ സിമ്പിൾ. പെട്ടെന്ന് നിങ്ങൾക്ക് തയ്ച്ച് കഴിയാം. സൈഡും അടിച്ച് സ്ലിറ്റും കൂടെ തയ്ച്ച് കഴിഞ്ഞാൽ കുർത്തി റെഡി. ഒരു 5 മിനിറ്റ് കൊണ്ട് ഇത് തയ്ച്ച് കഴിയും. കണ്ടോ, കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ. ഈ ലോങ് കൈ വേണമെന്നുള്ളവർക്ക് ലോങ് കൈ തയ്ച്ചു കൊടുക്കാം, അല്ല ചെറിയ കൈ മതി എന്നുള്ളവർക്ക് ചെറിയ കൈ തയ്ക്കാം. കണ്ടോ, നല്ല ഭംഗിയാണ്. അങ്ങനെ ഉണ്ട്, നന്നായിട്ടില്ലേ? അതിട്ടും കൊണ്ടിരിക്കുന്നതാണ് കേട്ടോ. ഓക്കേ.